പറയുന്നത് പോലെ ഇന്റേൺസ് ഗ്ലോബലിൻ്റെ ഓരോ സ്റ്റുഡൻസും ഓരോ കാൻഡിഡേറ്റ്സും ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും ഞങ്ങൾക്കൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കാൻഡിഡേറ്റിനെയാണ്. ഡൈന ആക്ച്വലി HR അഡ്മിനിസ്ട്രേഷനിൽ ഇന്റേൺസ് ഗ്ലോബൽ വഴി ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈന ഇവിടെ തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈന ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 4 മാസമായിട്ട്. ഞങ്ങളുടെ അത്രയും ഒരു ലൈക്ക് എ ഫ്രണ്ട് അങ്ങനെയായിരുന്നു അല്ലേ ഡൈന? ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡൈനനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഷുവർ. എൻ്റെ പേര് ഡൈന. ഞാൻ വരുന്നത് കണ്ണൂർ തലശ്ശേരി നിന്നാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി 4 മന്ത് മുന്നേ ആയിരുന്നു ഇന്റേൺസ് ഗ്ലോബലിൽ കണക്ട് ചെയ്തിട്ടുണ്ടായത്. ലൈക്ക് ഞാനിപ്പം ഹൈബ്രിഡ് ആയിട്ടായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട് ഉണ്ടായത്. ലൈക്ക് കരിയർ ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ ലൈക്ക് ഓരോ കമ്പനിയിലും ഓരോ ഇന്റേൺഷിപ്പിൻ്റെ രീതിയാണ്. സോ ഇവിടെ എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ 4 മന്ത് നല്ല എൻജോയ്ഫുള്ളി അവിടെയുള്ള ഓഫീസിലുള്ള ആൾക്കാരായിക്കോട്ടെ, സാർ ആയിക്കോട്ടെ, മാം ആയിക്കോട്ടെ, എല്ലാവരുമായിട്ട് നല്ല രീതിയിലായിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ടായത്. സോ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഡൈന ഇപ്പോൾ ഓൾറെഡി HR അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമ്മുടെ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നത് അല്ലേ? സോ ഈ ഒരു കോഴ്സിൽ തന്നെ ഡൈന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്റേൺഷിപ്പിലേക്ക് വന്ന സമയത്ത് എന്ത് ഡിഫറൻസ് ആണ് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായത്. ബട്ട് അത് ഇന്റേൺഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അത് നമ്മൾ ഓഫീസ് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, പേറോള്, ഇൻ്റർവ്യൂസ്, ലൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോഴ്സും ഇന്റേൺഷിപ്പും തമ്മിൽ പറയുന്നത്. സോ ഇവിടെ എനിക്ക് വന്ന സമയത്ത് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്ത് ലൈക്ക് കരിയർ ഗ്രോത്ത് തന്നെ നല്ലോണം ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയ ഡൈന എന്തുകൊണ്ടാണ് HR ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ലൈക്ക് HR എന്ന് പറയുമ്പം ഒന്നാമത് മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ലൈക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താന്നുള്ളത്. അപ്പോൾ ഈ HR എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു നല്ലൊരു ഹൈ പൊസിഷനിലുള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് സാലറി ഹൈക്ക് ആവാനും അങ്ങനെ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു റോളാണ്. സോ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു മൊത്തത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു ജോബ് പ്ലേസിൽ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന കുറേ ടെൻഷൻസ്, അതേപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ, കുറേ മിസ്റ്റേക്സ് വരുത്തുമെന്നുള്ള പേടി, ഇതൊക്കെ ഉണ്ടാവും അല്ലേ? സോ ഡൈനയ്ക്ക് എന്തായിരുന്നു ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി പറയുകയാണെങ്കിൽ വരുന്നേരം സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ആയിരിക്കും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ലൈക്ക് എങ്ങനെയായിരിക്കും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് വന്ന് ഒരു 3 ഡേയ്സ് കഴിഞ്ഞേരം ഫുൾ ടെൻഷൻ മാറി. അതിലേറെ ഫസ്റ്റ് ഡേ മാമിൻ്റെ ഒരു 1 hour ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിരുന്നു. ആ ഗൈഡൻസിൽ ഞാൻ ശരിക്കും പകുതി മുക്കാൽ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ അവിടുന്ന് റിട്ടേൺ പോകുന്നേരം വന്ന പോലെ ഇല്ല റിട്ടേൺ പോയത്. പിന്നെ അവിടെ ഉള്ള ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യമാണ്. ഇത് അവിടെ വന്ന സമയത്ത് തന്നെ ഇൻ്റർവ്യൂസ് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാം എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. ഞാനത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായത്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ എനിക്ക് കിട്ടിയതിൽ. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി ഡൈനനെ നമ്മുടെ സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത് ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷന് ആദ്യമായിട്ട് മാം വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷർ അല്ലേ, ഈ കുട്ടിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മാം പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, സോ ഈ കുട്ടിക്ക് മോക്ക് സെഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ആ ഒരു മോക്ക് സെഷനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പേടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണോ വിചാരിച്ചത് അതിൽ കൂടുതലേറെ പെർഫോം ചെയ്യാനാണ് എനിക്ക് പറ്റിയത്. ഓക്കെ, എന്താണ് നമ്മുടെ ഇന്റേൺസ് ഗ്ലോബലിനോട് ഡൈനയ്ക്ക് പറയാം? ശരിക്കും ഡൈനനെ ഞങ്ങൾ മിസ് ചെയ്യും കേട്ടോ. സോ എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഇന്റേൺസ് ഗ്ലോബൽ എനിക്ക് കരിയർ ഗ്രോത്തിൻ്റെ ബേസിലാണെങ്കിലും ബാക്കി മെൻ്റലി ആണെങ്കിലും ഒരുപാട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഈ 4 മാസത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരുപാട് ഞാൻ മിസ് ചെയ്യും. കാരണം ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഒരുമിച്ചുണ്ടായ ലഞ്ച് ടൈം, ബാക്കി കാര്യങ്ങൾ, ഫൺ മൊമെൻറ്റ്സ് ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഡൈന, HR അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നാളെ HR ഫീൽഡ് എടുക്കാൻ വരുന്ന കുട്ടികളോട് എന്താണ് ഡൈനയ്ക്ക് ആക്ച്വലി അഡ്വൈസ് ചെയ്യാനുള്ളത്? ബേസിക്കലി പറയാനാണെങ്കിൽ ഞാൻ എല്ലാവർക്കും എന്തെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഈ HR ഫീൽഡിലേക്കുണ്ട്. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിലുണ്ട്. മെയിൻ കാര്യം സാലറി ഹൈക്ക് തന്നെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് HR മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഇന്റേൺസ് ഗ്ലോബലിനോട് ഞാൻ ഭയങ്കര താങ്ക്സ്ഫുൾ ആണ് ഈ ഒരു മൊമെൻറ്റ് എനിക്ക് തന്നതിൽ. പേഴ്സണലി ഞാനിപ്പം ഈ ഒരു ഫീൽഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റേൺ നമുക്ക് എന്തായാലും ആവശ്യമാണ്. സോ ഇൻറ്റേൺ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്റേൺസ് ഗ്ലോബലിന് തന്നെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ ഡൈന, താങ്ക് യു സോ മച്ച്. താങ്ക് യു.